ആമേൻ. ഹല്ലേലൂയ. സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ഈ 21 ദിവസത്തെ ഈ സെക്ഷനിലേക്ക്, ഈ 6-ാം ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ വെൽക്കം ചെയ്യുകയാണ്. So we welcome you all in this 21 days School of the Holy Spirit, and I think the 5th day is over. ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ്. 6-ാമത്തെ ദിവസം. Yeah. So 5 days are over. Today is the 6th day. We all welcome you in the mighty name of our Lord Jesus and the Holy Spirit and the Heavenly Father. ഹല്ലേലൂയ. ദൈവം ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ വളർത്തുന്നത് ഈ ഭൂമിയിൽ നമുക്കൊരു ദൈവരാജ്യ ശുശ്രൂഷ ഉള്ളത് കൊണ്ടാണ്. The reason why every day God allows us to grow spiritually is because we have some kind of kingdom ministry in our life. രണ്ട് വിധ വളർച്ചയാണ് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നത്. There are two type of growth that takes place on the earth. Those who want, they can keep the videos on. Okay, those who can, it's always nice to keep the videos on. രണ്ട് വിധ വളർച്ചകളാണ് ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്നത്. There are two type of growth we have on the earth. ഒന്ന്, ദൈവം തെരഞ്ഞെടുത്ത ദൈവ മനുഷ്യരിലൂടെയുള്ള ദൈവ ശുശ്രൂഷയിലൂടെയുള്ള വളർച്ച. Yeah, one growth is that the growth takes place in those whom God has called. മറ്റൊന്ന്, ദൈവാത്മാവ് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയി നമ്മളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്ന ഒരു നിലവാരം. There is another growth where the Holy Spirit himself directly teaches that person and brings growth in that person. ഒരു വ്യക്തി, ഒരു ദൈവ മനുഷ്യരിലൂടെയാണ് നമുക്ക് വളർച്ച കിട്ടുന്നതെങ്കിൽ ആ വളർച്ചയ്ക്ക് പരിമിതികൾ ഉണ്ടാകാം. ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകാം. When we grow through another person, there can be some limitation in the spiritual growth. കാരണം ആ വ്യക്തി വളർന്നതിന് ഒപ്പം മാത്രമേ നമുക്ക് വളരാൻ ആ വ്യക്തിയിലൂടെ സാധിക്കുകയുള്ളൂ. Because we can only grow according to that person's spiritual growth. എന്നാൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ വളർത്തുന്നതെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ, യേശുവിലേക്ക് എന്നതുപോലെ യേശുവായി മാറാൻ തുടങ്ങും. മറ്റൊരു ക്രിസ്തുവായി. Holy Spirit is directly working in us and working on our growth. We shall become mature as Jesus Christ. ഈ ഭൂമിയിലെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ വളർച്ചയിൽ, in a life of holiness, there is a spiritual growth. ഓരോ സമയങ്ങളിൽ ഈ ഭൂമിയിൽ ദൈവം ഓരോ വ്യക്തികളെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് നമ്മളെ സഹായിക്കുന്ന പതിവുണ്ട്. Yeah, there are certain times God anoints us for a particular type of spiritual growth in each one's life. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ കീഴിൽ മാത്രം നിൽക്കേണ്ടതില്ല. ദൈവം എങ്ങോട്ട് ആരോട് കണക്ട് ചെയ്യുന്നു അവരുമായി കണക്ട് ചെയ്ത് വളർന്നുകൊണ്ടേ ഇരിക്കണം. എവിടെയും നിന്നു പോകരുത്. അത് നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കാൻ സാധ്യതയുണ്ട്. Yeah, it is not necessary to remain with one person, but as God connects us with different people, we can get connected with them and we can keep growing spiritually. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ നട്ടെന്നേ ഉള്ളൂ, പത്രോസ് ഞങ്ങളൊക്കെ നട്ടെന്നേ ഉള്ളൂ, കർത്താവാണ് നമ്മളെ വളർത്തുന്നത് എന്ന് പറഞ്ഞതുപോലെ. So it's like Saint Paul said, no, we put the seed, it is God who gives the growth. നമുക്ക് ആ ഒരു ബോധ്യവും ആ ഒരു വളർച്ചയും ഉണ്ടാകണം. ദൈവമാണ് വാസ്തവത്തിൽ എന്നെ വളർത്തുന്നത് എന്ന് ആ ബോധ്യം ഉണ്ടാകണം. We must have that conviction. It is God who is actually bringing the growth in us. Whether we are led by the Holy Spirit directly or whether we are led by others also, the growth comes from God himself. ഓരോ വ്യക്തികളെ ദൈവം അതാത് സമയങ്ങളിൽ നിർത്തുന്നേ ഉള്ളൂ. ആത്യന്തികമായി ദൈവമാണ് നമ്മളെ വളർത്തുന്നത്. Yeah, at different times of life, God brings different kinds of people into our lives. But actually it is God who is working through these people in our lives. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തിയിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. Yeah, you can read that word, 1 Peter chapter 1
verses 15, verses 16. Sorry, verses 15 and 16. 16. Verses 15 and 16. Instead, as he who called you is holy, be holy yourselves in all your conduct, for it is written, "You shall be holy, for I am holy." ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെയുള്ള ഒരു പരിശുദ്ധിയിലുള്ള വളർച്ചയാണ് പരിശുദ്ധാത്മാവ് വഴി നമ്മളെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത്. Yeah. So the way God is holy, we are all, the heaven desires that we, all of us, through the help of the Holy Spirit, will grow in that holiness. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ. So it's mentioned here, the one who is called you is holy. One who is called you is holy. Like that, we have to become. യെസ്, നമ്മുടെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നമ്മളും പരിശുദ്ധരാകണം എന്ന് പറയാൻ കാരണം, നമ്മളെ വിളിച്ചു, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ നമ്മൾ പരിശുദ്ധിയിൽ വളരെ ചെറുതാണ്. പരിശുദ്ധിയിൽ നിലകൊള്ളുന്നത് വളരെ ചെറുതാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വമാണ് ഈ ഭൂമിയിൽ കുറഞ്ഞു പോകുന്നത്. So God has called us, and we are doing His ministry. But if we don't grow in that holiness of God, what is actually happening is the glory that is manifesting in our life will be very less. ദൈവം തന്റെ തിരഞ്ഞെടുത്തവരിലൂടെയാണ് തന്റെ മഹത്വം ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കുന്നത്. God manifests His glory to those whom He has called. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കുറവ് വരാതിരിക്കാനാണ് ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധരായി ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ടു നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. So we are called to be holy as He is holy, so that His glory can be powerfully manifest on the earth. ഹല്ലേലൂയ. Hallelujah. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം തിരുവചനം. 1 പത്രോസ് 2:11. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്നും പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. Quotation ഏതായിരുന്നു ബ്രദർ? 1 Peter chapter 2 verse 11. Yeah, 1 Peter chapter 2 verses 11. Beloved, I urge you as aliens and exiles to abstain from the desires of the flesh that wage war against the soul. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഈ ശരീരത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ So in the life of holiness, we have to remember that it is the Holy Spirit who dwells in our body. അതുകൊണ്ട് തന്നെ ഈ ബോഡിയിലാണ് വസിക്കുന്നത് കൊണ്ട് ഈ ബോഡി അതിന്റെ സ്വഭാവം കാണിക്കും, ശാരീരിക പ്രവണതകൾ കാണിച്ചു കൊണ്ടിരിക്കും എല്ലാ കാലവും. Yeah, because the body lives on the earth, the body will always try to manifest its fleshly acts on the earth. നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം പ്രകടമാക്കിയേ മതിയാകൂ. ശരീരം അങ്ങനെയാണ്. So the body always desires to manifest its flesh. That is how the body is. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം എഫെസോസ് അതിന്റെ ഹല്ലേലൂയ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് താഴോട്ട് അതിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ ഗലാത്യ 5:25 Galatians chapter 5. 24 മുതൽ. Yeah, Galatians chapter 5 from 24, 25 and 26. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. If we live by this 24, brother, from 24 onwards. 24 and 25. 25. And those 24, who belong to Christ Jesus have crucified the flesh with its passions and desires. If we live by the Spirit,
let us also be guided by the Spirit. നമ്മൾ യേശുക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ശരീരം അതിന്റെ പ്രവണത കാണിക്കും, പക്ഷെ നമ്മൾ അതിനെ ക്രൂശിക്കണം. ഈ ശരീരത്തെ നമ്മൾ പീഡ കൊടുത്ത് ഇതിനെ ബന്ധിക്കണം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബന്ധിക്കേണ്ടത്? ഉപവാസത്തിലും പ്രാർത്ഥനയിലും. Yeah, so because we are in the flesh, always the acts of the flesh will be always there in us. Even though we belong to Christ Jesus, the act of the flesh will be always there with us. So we need to bind that activity of the flesh. But how do we do it? Through prayer and fasting. ഹല്ലേലൂയ. ശരീരം Hallelujah. പറയും ഭക്ഷണം കഴിക്ക്, ഉപവസിക്കേണ്ടത് പറയും. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിനുള്ളവരായതുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ ദണ്ഡിപ്പിക്കണം. So the body will tell, don't fast, eat. But because we belong to Christ, we need to crucify this flesh. നമ്മൾ ഈ ബോഡിക്ക് എത്ര തന്നെ ആഹാരം കൊടുത്താലും, ഈ ബോഡിയുടെ സന്തോഷത്തിന് എന്തെല്ലാം സുഖകരമായ കാര്യം ചെയ്താലും, ഈ ബോഡി ഇവിടെ ഇട്ടിട്ട് നമ്മൾ ആത്മാവിൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോകേണ്ടവരാണ്. No matter how much you make your body happy, and no matter what all you do for the body, a time will come where you have to leave this body on the earth and your spirit has to go back to God. ദൈവം ആത്മാവാകുന്നു, നമ്മൾ വാസ്തവത്തിൽ ആത്മാവാണ്. അതുകൊണ്ട് ജഡത്തെ നമ്മൾ ഒത്തിരി പരിപാലിക്കേണ്ടതില്ല. God is spirit and we are spirit. That is why too much we should not try to build our body. Too much we need not do. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ആത്മാവിന് വസിക്കാനുള്ള ഒരു വേദി ദൈവം ശരീരമാക്കി ഈ ഭൂമിയിൽ നമ്മളിൽ ആക്കിയതാണ്. So because the spirit cannot live on the earth without a body, that is why God has given us a body so that the spirit can dwell in the body. That is the purpose of the body. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നമ്മൾ ഒതുക്കി അമർച്ച ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കണം. That is why we need to crucify the flesh and live on the earth. ശരീരം അതിന്റെ പ്രവണതകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. The body will always try to show its desires, പക്ഷെ ഒരു ആത്മമനുഷ്യൻ അതിനെ ബന്ധിച്ച് ജയിച്ചുകൊണ്ടിരിക്കും. But a spiritual man will bind that activity of the flesh, keep on binding, and keep on winning the race. ഹല്ലേലൂയ. Hallelujah. ഈ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:16 അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. Galatians 5:16. Galatians 5:1-6. Live by the Hallelujah. Spirit, I say, and do not gratify the desires of the flesh. ഹല്ലേലൂയ. Hallelujah. ഈ ശരീരം അതിന്റെ മോഹങ്ങൾ പ്രകടിപ്പിക്കും. നമ്മൾ ആ മോഹങ്ങളെ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് ജയിക്കണം. The body will always try to manifest its desires, but through the fruit of the Holy Spirit, you have to win the battles. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ എല്ലാ ദിവസവും ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടി നമ്മൾ ആ വചനം ഏറ്റുചൊല്ലി ഡെയിലി പ്രാർത്ഥിക്കുന്നത് ഒരു കാലഘട്ടം എത്രയും ശ്രേഷ്ഠമാണ്. So in the life of holiness, it's very important that every day you learn to pray this scripture so that you can grow in that particular scripture. And that will benefit you more and more to grow in the holiness of God. Eh vachanamana brother? 5:22 മുതൽ 23. Yeah, that is Galatians chapter 5, 22 and 23. You need to read every day so that this will manifest in a life of holiness. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ ഫലങ്ങൾ നിറയാൻ വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. Yeah, every day when you get up in the morning, you need to pray for the fruit of the Spirit to fill you, and then only you should come out of your bed. അതിന്റെ 17-ാം തിരുവചനം പറയുന്നു, ഗലാത്യ 5:17 പറയുന്നു, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ ആഗ്രഹങ്ങൾ ജഡത്തിനുമെതിരാണ്. You can read verses 17, Galatians chapter 5, verses 17. For what the flesh desires is opposed to the Spirit, and what the Spirit desires is opposed to the flesh.
for these are opposed to each other to prevent you from doing what you want. ജഡം എപ്പോഴും പറയും നമുക്ക് ഈ ശരീരത്തിന് സുഖകരമായ കാര്യം ചെയ്യാം എന്ന്. The body will always tell, come on, let us do this. I feel so good, so nice, so let us do these things. The body will always desire and tell. ജഡം പറയും നമുക്ക് മദ്യം കഴിക്കാം, വ്യഭിചരിക്കാം. So the body will tell, let's drink alcohol, let's commit adultery. അമിതമായി സമ്പത്തിന് വേണ്ടി ജീവിക്കാം. And let us live for making more money. പലവിധമായ അശുദ്ധിയിലും അശ്ലീലങ്ങളിലും നമുക്ക് സന്തോഷിക്കാം എന്നെല്ലാം ജഡം നമ്മളോട് പറയും. So the flesh will tell us, come, let us enjoy the evil things, impure things. So let us enjoy that. പലവിധമായ സെക്സുകളിൽ ഏർപ്പെടാൻ പറയും. And it will inspire us to do different kinds of sexual activities. തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും ഈ ശരീരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. So the flesh will keep telling, come on, eat, come on, drink, and enjoy. എന്നാൽ യേശുക്രിസ്തുവിനുള്ളവർ അവരുടെ ശരീരത്തെ അതിൻ്റെ മോഹങ്ങളോടും അതിൻ്റെ എല്ലാവിധ ആസക്തികളെയും ക്രൂശിച്ച് അതിൻ്റെ മേൽ ജയമെടുത്തുകൊണ്ടേ ജീവിക്കണം. So those who belong to Jesus Christ must crucify these kinds of desires that manifest in your body and learn to be victorious on even day-to-day life. ഇല്ല എങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും. Or else there will be lot of defeats in our spiritual life of holiness. നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് പാപത്തെ ജയിക്കാം. By our capacity, sometimes we can win over sin. എന്നാൽ ചില പാപങ്ങൾ കഴിവ് കൊണ്ട് ജയിക്കാൻ പറ്റാതെ നമ്മൾ അതിൽ ബലഹീനനായി പോകും. But some sins are there, you cannot overcome them with your strength. And in front of those sins, you become weak. ഈ ബലഹീനനായി പോകുന്ന ഏരിയയിലാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള ഏരിയ. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിൽ വളർത്തുവാൻ തുടങ്ങും. So those areas where we become weak, that is the area where the Holy Spirit can help us and help us to grow in the holiness of God. പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തിന്റെ സാഹചര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യും. The Holy Spirit will protect us in the environment of sin. പരിശുദ്ധാത്മാവ് ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ വലിച്ചുകൊണ്ടുപോകും. And sometimes the Holy Spirit will bring us out of the atmosphere of environment of sin. ചില പാപ സന്ദർഭങ്ങളിൽ ദൈവസ്നേഹം കൊണ്ട് നമ്മളെ അങ്ങ് നിറയ്ക്കും പരിശുദ്ധാത്മാവ്. So certain sinful situation, the Holy Spirit will fill us with God's love. അപ്പൊ നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ട് ആ പാപത്തിൽ നിന്ന് എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ പതിയെ വളരുവാൻ തുടങ്ങും. So when we get filled with the God's love at that time, slowly we'll come to realize and we will desire, oh, I want to live for God. And that kind of desire will give you the grace to overcome those sins in your life. അങ്ങനെ ആത്മാവിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ അനായാസം ആ പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് നടന്നു നീങ്ങുവാൻ പറ്റും. So when we start getting filled with the love of the Holy Spirit, with ease we'll be able to overcome this kind of sinful weaknesses in our life. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. In our weaknesses, the Holy Spirit will help us. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബലഹീനത വന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ മതിയാകൂ. Yeah, when the weakness is manifesting in us, our intelligence, our strength cannot do anything. Only the help of the Holy Spirit can give us the grace to overcome that situation. അപ്പൊ ഈ ഭൂമിയിൽ രണ്ടുവിധ പാപമാണുള്ളത്. ഒന്ന്, മനസ്സ് വെച്ചാൽ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന പാപം. Yeah, there are two kinds of sin. One sin is that if your mind decides that I can overcome, that is one kind of desire that you can overcome that sin. അതുകൊണ്ടാണ് ഓക്കെ. രണ്ടാമത്തെ പാപം നമ്മൾ ബലഹീനനായി പോകുന്ന ഒരു പാപം. Another sin is where we become weak, and when that sin manifests, we become weak. ഈ സന്ദർഭത്തിൽ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ ഐഡിയ കൊണ്ടോ ഒന്നും ജയിക്കാൻ പറ്റില്ല. നമ്മൾ ബലഹീനനായി വീക്കായി പോവുകയാണ്. So what actually happens is we become weak in these situations. Our intelligence, our strength, our abilities cannot give us the grace to overcome that situation. We become weak in this situation.
ഈ സമയം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായം അഭ്യർത്ഥിച്ചാൽ വേഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തരാക്കി മാറ്റും. Yeah, at that time, if you ask the help of the Holy Spirit, then He will strengthen you. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്, രണ്ട് വിധ പാപമാണുള്ളത്. ഒന്ന് മരണകരമായ പാപം, രണ്ട് പാപം. അപ്പൊ മരണകരമായ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ബലഹീനനായി പോകുന്ന ഒരു അവസ്ഥയാണ്. So there are two sins which Saint John speaks about. One sin that is a mortal sin, and one sin that will not cause death, like the church says about mortal sin and venial sin. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:16 മരണാർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണ് മരണാർഹമായ പാപം ഉണ്ടാകുന്നത്. 1 യോഹന്നാൻ 5. 16. Yeah, 1 John chapter 5 verses 16, 16 and 17. 16 and 17. 1 John chapter 5, 16 and 17. If you see your brother or sister committing what is not a mortal sin, you will ask, and God will give life to such a one. To those whose sin is not mortal, there is sin that is mortal. I do not say that you should pray about that. All wrongdoing is sin, but there is sin that is not mortal. അതിന്റെ 17-ാം വാക്യം പറയുന്നു, എല്ലാ അധർമ്മവും പാപമാണ്, എന്നാൽ മരണാർഹമല്ലാത്ത പാപവും ഉണ്ട്. Yeah. So every sin is sin, but there is sin which is not mortal. അപ്പൊ നമ്മുടെ ബലഹീനതയുടെ ആ പാപ സാഹചര്യങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിയാൽ നമ്മളെ പരിശുദ്ധാത്മാവ് ആ സന്ദർഭത്തിൽ ശക്തീകരിച്ച് അവിടെ നിന്ന് മാറ്റും. So when we become weak, there are moments we are weak, we can ask the help of the Holy Spirit. He will strengthen us and bring us out of that situation. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 1:8 പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഏതെല്ലാം സമയങ്ങളിൽ ആത്മാവ് വരുന്നു. So that's why the Lord said, you shall receive power when the Holy Spirit comes upon you. So when He comes, you will receive power, the strength you will receive. ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്. So when those who want to grow, we have to remember that it's a desire of the Lord that all of us should grow in holiness and live in holiness. ദൈവത്തിന്റെ എല്ലാം വിശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. So it is a desire and a compulsory desire of the Lord that in all things we need to be holy. ദൈവം തന്നെ നേരിട്ട് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്ന ദൈവത്തിന്റെ ഒരു മഹത്തരമായ ഒരു കാര്യമുണ്ട്, പ്രവൃത്തിയുണ്ട്. So God has His own way of sanctifying us and purifying us and cleansing us. ഈ പുറപ്പാട് പുസ്തകം 29:43 ഒരു വചനമുണ്ട്, ഞാൻ എൻ്റെ മഹത്വം അയച്ച് അവിടെ വിശുദ്ധീകരിക്കും എന്നൊരു വചനമുണ്ട്. പുറപ്പാട് 29:43. Yeah, 29 verses 43. Exodus 29 verses 43. I will meet with the Israelites there, and it shall be sanctified by my glory. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. Exodus 30 verses 26 to 30. സമാഗമ കൂടാരവും സാക്ഷിപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹനബലിപീഠവും ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിന്റെ പീഠവും നീ അഭിഷേകിക്കണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് നീ അവ വിശുദ്ധീകരിക്കണം. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും. പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുക. Yeah, you should read from 26 to 30. 26 to 30, 30.
With it you shall anoint the tent of meeting and the ark of the covenant, and the table and all its utensils, and the lampstand and its utensils, and the altar of incense, and the altar of burnt offering with all its utensils, and the basin with its stand. You shall consecrate them, so that they may be most holy. Whatever touches them will become holy. You shall anoint Aaron and his sons and consecrate them in order that they may serve me as priests. അതിന്റെ 29-ാം തിരുവചനം പറയാണ്, ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം. Verse 21 says, you shall consecrate them so that they may be most holy. അവയെ സ്പർശിക്കുന്നതെല്ലാം ആരെങ്കിലും ആ വിശുദ്ധമായതിനെ തൊട്ടാൽ അതും വിശുദ്ധമാകും. So all those who touch anything that is holy will become holy. വിശുദ്ധിയുടെ വലിയൊരു നിറവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിൽ നിന്ന് വിശുദ്ധിയുടെ വലിയൊരു നിറവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God is desiring from us a fullness of holiness in our life. നമ്മുടെ മേൽ വിശുദ്ധിയുടെ അഭിഷേകത്തെ ദൈവം അയക്കാൻ തുടങ്ങിയാൽ പിന്നെ അശുദ്ധമായതൊന്നും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. So when the holiness of God will start filling us, no unholiness will enter our lives. ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവുമായി നമ്മൾ കൂടുതൽ സഹവസിക്കുകയും സഹകരിക്കുകയും നമ്മുടെ ബലഹീനതകളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിശുദ്ധിയുടെ അഭിഷേകം നമ്മുടെ മേൽ വീഴുന്നത്. So when we grow in that intimacy with the Holy Spirit, fellowship with the Holy Spirit, and when we surrender our weaknesses to Him, He will release that holiness into our life. And that is how we walk in that holiness of God. ദൈവത്തിന് അറപ്പാണ് അശുദ്ധി. God hates unholiness. ദൈവത്തിന് വിശുദ്ധം അത്ര ഇഷ്ടമാണ്. God loves holiness. വിശുദ്ധിയുടെ ദൈവം വിശുദ്ധി അത്രമാത്രം ഇഷ്ടപ്പെടുകയാണ്. So the holy God desires holiness so much, He desires holiness. യേശയ്യാ പ്രവാചകനിലൂടെ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം ഒരു കാര്യം പറയുന്ന ഇങ്ങനെയാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അതിന്റെ 2 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് വേണമെങ്കിൽ കാണാൻ പറ്റും. അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും. ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും. സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ജെറുസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. Quotation പറഞ്ഞ brother. യേശയ്യാ chapter 4 verse 2 to 4. 2 to 4. Yeah, Isaiah chapter 4, 2 to 4. On that day, the branch of the Lord shall be beautiful and glorious, and the fruit of the land shall be the pride and glory of the survivors of Israel. Whoever is left in Zion and remains in Jerusalem will be called holy, everyone who has been recorded for life in Jerusalem. Once the Lord has washed away the filth of the daughters of Zion and cleansed the blood stains of Jerusalem from its midst by a spirit of judgment and by a spirit of burning. ഹല്ലേലൂയ. അതിലെ 3-ാം വാക്യത്തിന്റെ അവസാനം പറയാണ്, എന്റെ കൂടെ നിൽക്കുന്നവർ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടാനാണ് എനിക്കിഷ്ടം. And the 3rd verse says, I desire that those who walk with me, live with me, to be called holy. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ പ്രകടമാകാൻ തുടങ്ങിയാൽ നമ്മൾ വാസ്തവത്തിൽ വിശുദ്ധരാണ്. When the glory will start manifesting in us, naturally we'll become holy. ഇനി അടുത്ത ദൈവം പറയാണ്, 4-ാം വാക്യത്തിൽ പറയാണ്, ന്യായവിധിയുടെ തീക്കാറ്റയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അവർ വിശുദ്ധരാകാൻ തുടങ്ങും. So here the Lord says, when He sends the spirit of burning and the spirit of judgment, then the daughters of Zion will be cleansed, and the bloodstains of Jerusalem will be removed, and they shall be called holy.
ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് മാലിന്യം ഇല്ലാതാക്കും, രണ്ട് രക്തക്കറ തുടച്ചു നീക്കും. So these one thing, the two things are said here. Number one, that the Lord will remove the dirt, and second thing, He'll remove the stains also. ഈ മാലിന്യങ്ങളെല്ലാം കൂമ്പാരം കൂടി ഈ മാലിന്യങ്ങളെല്ലാം കൂടി കലർന്ന് കിടക്കുന്നത് നമ്മുടെ ജന്മപാപത്തിലൂടെയാണ്. So the sins are all accumulated in us through the original sin that has come into our life. അപ്പൊ ഈ ജന്മപാപം ദൈവം നീക്കുവാൻ ഒരു സംവിധാനം ഒരുക്കാൻ പോവുകയാണ്. So here we see that the Lord is planning to remove the original sin from us. രണ്ട്, അവരുടെ മധ്യത്തിലുള്ള പാപക്കറ, രക്തക്കറ ദൈവം തുടച്ചു മാറ്റും. And the Lord desires to remove the stains of sin that is upon them. അവരുടെ രക്തത്തിൽ കലർന്നു കിടക്കുന്ന ആ രക്തക്കറ. So the dirt that is there, the stains that are in the blood, the Lord desires to remove that. എന്റെ ബ്ലഡിൽ അലിഞ്ഞു കിടക്കുന്ന എന്റെ രക്തത്തിലെ കറ, അതായത് ട്രഡീഷൻ ബോണ്ടേജുകൾ, അതിനെ ദൈവം തുടച്ചു നീക്കും. So from the past generation, that many stains have come into life through the blood. The Lord desires to cleanse that area. അതുകൊണ്ടാണ് 1 പത്രോസ് 1:18-19 ആ വചനം അറിയാലോ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കറയോ കളങ്കോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള യേശുക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ നമ്മളെ പാപക്കറയിൽ നിന്ന് യേശു വീണ്ടെടുക്കുന്നത്, പിതാക്കന്മാരുടെ ബന്ധനത്തിൽ നിന്ന്. Yeah, 1 Peter chapter 1 verses 18 and 19. 18-19. You know that you were ransomed from the futile ways inherited from your ancestors, not with perishable things like silver or gold, but with the precious blood of Christ, like that of a lamb, without defect or blemish. നമ്മുടെ പിതാക്കന്മാരിലൂടെ നമ്മളിലേക്ക് നമ്മുടെ രക്തത്തിൽ കലർന്നു കിടക്കുന്ന ആ പാപക്കറയും നമ്മുടെ ജന്മം കൊണ്ട് നമ്മളിൽ അലിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും, ഇവ രണ്ടും ദൈവം തുടച്ചു നീക്കും. So the Lord will remove the stains that has come from a past generation and that has come into life by a life on the earth. All the dirt that has come into us and the stains that have come from the past generation, the Lord will remove and cleanse that stains and the dirt also. അവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4:4 പറയുന്നത് ഇങ്ങനെയാണ്: ന്യായവിധിയുടെ തീക്കാറ്റയച്ച് വിശുദ്ധീകരിക്കും. തീക്കാറ്റയച്ചാണ് ദൈവം അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ദൈവം ആ മാലിന്യം നീക്കിക്കളയുന്നത്. He uses two things to remove that dirt. ഒന്ന് കാറ്റ്, രണ്ട് തീ. One is the wind and one is the fire. ആദ്യത്തേത് തീയാണ്, രണ്ടാമത്തേത് കാറ്റാണ്. The one is the fire and one is the wind. നിങ്ങൾ നോക്കിക്കേ, ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കാറ്റ് വന്നാൽ ആ തീ ആളി കത്തുവാൻ തുടങ്ങും. So when they just see that when the fire is burning and then when a wind comes, the fire will increase. ആ ഭയങ്കരമായ തീക്കകത്ത് ഒന്നും ബാക്കി നിൽക്കില്ല, എല്ലാം കത്തിച്ചാമ്പലാകും. So all in the presence of the big fire, nothing will remain, everything will become ashes. രണ്ട് കാര്യങ്ങളാണ് കത്തിച്ച് കളയുന്നത്. ഒന്ന് നമ്മുടെ മൂലപാപം, രണ്ട് നമ്മുടെ ജന്മപാപം. All the sins that has come from the past generation and all this that are accumulated in us, the fire will burn it away. ഇത് രണ്ടും ദൈവം തീക്കാറ്റ് കൊണ്ടാണ് കത്തിച്ച് കളയുന്നത്, നീക്കിക്കളയുന്നത്. Yeah, through the spirit of burning, he burns out everything. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ലൂക്ക 12:49, ലൂക്ക 12:49 എന്ന് എടുത്തു നോക്കിയേ. ലൂക്ക 12:49.
ഞാൻ chapter 12. ഭൂമിയിൽ ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. അതെടുത്ത് നോക്കിക്കേ, അങ്ങനെയല്ലേ? Yeah, 49. yeah. Yeah. 49, Luke 12, 49, 12:49. Luke 12:49. ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്. Luke വായിച്ച്. 12:49. I came to bring fire to the earth, and how I wish it were already kindled. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു പറയുകയാണ് ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നതെന്ന് പറഞ്ഞാൽ യേശുവിന്റെ കയ്യിൽ എന്തുണ്ടാകണം? തീ ഉണ്ടാകണം. So Jesus says that I have come to put fire on the earth. That means Jesus has that fire. സ്നാപക യോഹന്നാൻ യേശുവിന്റെ കയ്യിൽ തീ ഉണ്ട് എന്നാണ് പറയുന്നത്. So yeah, so John the Baptist says that Jesus has that fire. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 11. Matthew chapter 3 verses 11. അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. 3 verses 11. Matthew chapter 3 verses 11. I baptize you with water for repentance, but one who is more powerful than I is coming after me. I am not worthy to carry his sandals. He will baptize you with the Holy Spirit and fire. കർത്താവിന്റെ രാജ്യത്തിൽ എപ്പോഴും ഉള്ള ഒരു ദൈവശക്തിയുടെ പ്രവാഹമാണ് അഗ്നി അഭിഷേകം. Yeah, in the kingdom of God, a stream of power is there. That stream of power is the fire anointing. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ഫയർ അനോയിന്റിങ് നമുക്ക് കാണുവാൻ കഴിയും. So in the Old Testament and the New Testament, we can see the fire anointing. ഹല്ലേലൂയ. Hallelujah. എന്റെ പ്രിയമുള്ളവരെ, കാറ്റുകൊണ്ട് തീയെ ജ്വലിപ്പിക്കുക ഇതൊരു സ്വർഗീയ സംവിധാനമാണ്. Through the wind, ablaze the fire. Through the wind, one can ablaze the fire. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. യോഹന്നാൻ 3:8 വചനം വായിച്ച്. കാറ്റിനെ കുറിച്ചല്ലേ അവിടെ പറയുന്നത്? യോഹന്നാൻ 3:8. Chapter 3 verses 8. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ആരെങ്കിലും അത് കിട്ടിയെങ്കിൽ ഓക്കെ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. The wind blows where it chooses, and you hear the sound of it, but you do not know where it comes from or where it goes. So it is with everyone who is born of the Spirit. കാറ്റ് ദൈവരാജ്യ സംബന്ധമായ എല്ലാ ശുശ്രൂഷകളിലും ഒരു കാറ്റിന്റെ അഭിഷേകം ദൈവത്തിൽ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടാറ് പതിവാണ്. So normally in the ministry of God, a wind comes from heaven into the ministry. അതുകൊണ്ടാണ് യേശു അപ്പോസ്തലന്മാരുടെ മേൽ ഊതിയത്. And that is why Jesus blew upon the apostles. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു കാറ്റ് വരുന്നു എന്ന അർത്ഥത്തിലാണ് യേശു അവരുടെ മേൽ ഊതിയത്. The meaning was that from heaven to the earth, a wind is coming from heaven. കാറ്റ് ഊതിക്കൊണ്ട് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. And he blew upon them and said, receive the Holy Spirit. ഹല്ലേലൂയ. Hallelujah. സ്വർഗീയ എല്ലാ സംവിധാനത്തിലും കാറ്റ് പതിവായിട്ടുണ്ട്. So in the system of God, system of heaven, wind is always there. അതുപോലെ തന്നെയാണ് തീയും. And the same way fire also is always there. എല്ലാ പ്രധാനപ്പെട്ട ഏരിയയിലും കർത്താവിന്റെ തീ ഇറങ്ങാറൊരു പതിവാണ്. So in every important times and areas, it's very natural for the fire of heaven to descend. കാറ്റിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിന് മറ്റൊരു സ്ഥലത്തേക്ക് തള്ളി നീക്കുന്ന ഒരു ശക്തി കാറ്റിന് ഉണ്ട്. So the specialty of a wind is it moves in different directions. It's able to move into different places. കാറ്റിന്
അതിൽ തന്നെ ശക്തിയുണ്ട്. There is by itself, the wind has a strength by itself. അതുപോലെ തന്നെയാണ് തീയ്. And in the same way, the fire also is like that. തീ കത്തുവാൻ തുടങ്ങിയാൽ നിലവിലുള്ള രൂപം മാറിപ്പോകും. So if the fire starts burning, the whole thing will change. ചില തീ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പിന്നെ കാണില്ല, ബാക്കിയായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. So sometimes when the fire comes, everything gets burnt out, nothing remains. അവിടെ പാടില്ലാത്തതൊന്നും ഉണ്ടായിരിക്കുകയില്ല. So all that should not be there will end at that time. ദൈവം തള്ളി നീക്കും, കത്തിച്ച് ചാരമാക്കി കളയും. The Lord remove those things and burn everything and make it into ashes. കാറ്റുകൊണ്ട് തള്ളി നീക്കും, തീ കൊണ്ട് കത്തിച്ച് ചാരമാക്കി കളയും. Through the wind, he will push it away, and through the fire, he will make it into ashes. അത് സെയിം സംവിധാനമാണ് പെന്തക്കോസ്ത് നാളിൽ പ്രകടമായി വന്നത്. So that is what actually happened on the day of Pentecost. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു കാറ്റടിച്ചു. ഒന്നാമത്തേത് ഒരു കാറ്റടിക്കാനിടയായി തീർന്നു. Acts chapter 2, verses 2. So we see a wind blowing into that house. And suddenly Acha. from heaven there came a sound like the rush of a violent wind, and it filled the entire house where they were sitting. ഒരു കാറ്റടിച്ചുകൊണ്ട് അവിടെയുള്ള ചില മാലിന്യങ്ങളെ പരിശുദ്ധാത്മാവ് തള്ളി നീക്കി കളഞ്ഞു. So God allowed the wind to blow, and he removed many things that is impure in their lives. അതിന്റെ 3-ാം വാക്യം പറയുന്നു, അഗ്നി പിന്നീട് അവരുടെ മേൽ ഇറങ്ങുവാൻ തുടങ്ങി. And then we see that the fire started descending on them. ചിലതിനെ കത്തിച്ച് കളയുവാൻ തുടങ്ങി. And started burning out many things out of their life. പരിശുദ്ധാത്മാവ് താൻ തെരഞ്ഞെടുത്തവരെ എല്ലാവരെയും ഇതുപോലെ ചിലത് തള്ളി നീക്കി കളയുകയും ചിലത് നമ്മളിൽ കത്തിച്ച് മറ്റൊരു രൂപം നൽകുകയും ചെയ്യും. And all those whom God has called, this is the wind comes and pushes out many things, and then fire comes and transforms that person into a different image. നമ്മളിപ്പോൾ ഈ ഒരു വസ്തു നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു വസ്തുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു വസ്തു Can you see this thing in my hand? ഈ ഒരു വസ്തു തീ പിടിച്ച് കത്തിക്കഴിഞ്ഞാൽ ഇതിന് വേറൊരു രൂപമാണ്. പിന്നെ So once the fire comes and burns it, it will become of different image. ഈ വസ്തുവിന് പിന്നെ ഇതിന്റെ രൂപമേ ഉണ്ടായിരിക്കില്ല. So this will not have its old image. മറ്റൊരു കാര്യം, ഈ വസ്തു കത്തിക്കഴിഞ്ഞാൽ ഈ വസ്തു ഇപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആ സമയത്ത് സാധിക്കുകയില്ല. ആ തീക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ഈ വസ്തുവിന്റെ രൂപം ഉണ്ടാകുന്നത്. So when the fire comes, this particular thing image will change, and it cannot become as it was. It will have a different image. എങ്ങനെ രൂപമാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അത് തീ എങ്ങനെ ആക്കുന്നു അങ്ങനെ ആ രൂപമാവുകയാണ്. So how it becomes, it cannot tell, but the fire makes it as it wishes. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ രൂപം മാറ്റി പുതിയൊരു രൂപമാക്കി തീർക്കുന്നത്. So that is how when the Holy Spirit comes into us, His fire comes into us, and that fire makes us into a different image. അതുകൊണ്ടാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്, ആത്മാവിൽ വീണ്ടും ജനിക്കുക. And that is why the Lord told Nicodemus that you need to be born again in the Spirit. കാരണം ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ ആളുടെ ഷേപ്പും രൂപവും മാറും, ആ ആള് ആത്മാവായി തീരും. So when a person is born of the Spirit, his shape will change, his image will change, and he will become a different person. പിന്നെ ദൈവത്തിന്റെ രൂപമായി ആ വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റും. And then the Lord will change him to his own image. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. നമ്മളെ കൂടുതൽ ഈ ഭൂമിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം.
these are all the works of the Holy Spirit in order to do the ministry of God on the earth. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് ആഗ്രഹമുള്ള പോലെ ഒരു രൂപം നമുക്കുണ്ടാകണമെന്ന്. So God desires that we should have his own desire, that is an image that he has in his mind. How we should become. ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ രൂപത്തിലാണ് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആക്കി വെക്കുന്നത്. So once we are born again in the spirit, God makes us into his image, and that is what the Holy Spirit does in our life. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കാറ്റ് വീശാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 3:8 അതിന്റെ അവസാനത്തിൽ എങ്ങനെയാ പറയുന്നത്? ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്നവൻ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. ഇതുപോലെ. ഹല്ലേലൂയ. The last one. So it is with everyone. Yeah. The book. Yeah. So it is with everyone. John 3:8, last word. So it is with everyone who is born of the Spirit. 8 last. Yeah. It got? Yes, brother. Only the last line, right? Yeah, last line. So it is. So it is with everyone who is born of the Spirit. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്നവൻ. ആത്മാവിന് ഇഷ്ടമുള്ള രൂപം നൽകുവാൻ തുടങ്ങും. So the one who is born of the Spirit, that the Holy Spirit gives the image according to his own desire. That is how we become. ആത്മാവ് സ്വർഗീയമായ ഒരു രൂപം നമുക്ക് നൽകിയാൽ So when the Holy Spirit gives us an image of heaven, ആത്മാവിന്റെ സ്വഭാവം നമ്മളിൽ സൃഷ്ടിക്കുവാൻ തുടങ്ങും. So the Holy Spirit start creating his character in us. ആത്മാവിന്റെ പിതാവാം ദൈവവുമായിട്ടുള്ള ചില ബന്ധങ്ങളിൽ ആത്മാവ് നമ്മളെ അതിന്റെ അകത്ത് നമ്മളെ ആഡ് ചെയ്യും. So the Holy Spirit add us into the relationship with the Father. നമ്മളെ പിതാവാം ദൈവവുമായിട്ട് കണക്ട് ചെയ്യും പരിശുദ്ധാത്മാവ്. He will connect us with the Father. സ്ലോവിലി പിതാവിന്റെ മഹത്വം ചുമക്കുന്ന വ്യക്തിയായി നമ്മൾ മാറും. Slowly we start carrying the glory of the Father. പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കും. The Holy Spirit will change us and make us like Jesus. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഫിലിപ്പി chapter 2 verse 5 യേശുക്രിസ്തുവിന്റെ സ്വഭാവം പോലെ നമ്മളെ പരിശുദ്ധാത്മാവ് ആക്കി തീർക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Let the same mind be in you that was in Christ Jesus. ആമേൻ. യേശുക്രിസ്തുവിന്റെ ഈ മനോഭാവം നമ്മളിൽ ആവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് വഹിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് നമ്മൾ അറിയാതെ നമ്മൾ ഭയങ്കര സ്വർഗത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റിമറിക്കും. So as the Holy Spirit continues to carry us, our mind will change and we shall become very strong, strengthened by heaven. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അനേക നാളുകൾ കൊണ്ടാണ്. This is not something that happened in one day. അനേക നാളുകൾ കൊണ്ടാണ് ഈ വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപം മാറ്റി, സ്വഭാവം മാറ്റി, കഴിവുള്ളവരാക്കി, ബലമുള്ളവരാക്കി, ശക്തിയുള്ളവരാക്കി മാറ്റുന്നത്. So it doesn't take place in a short time. It will take a long period of time. And as the time passes, we will become strong, we shall become powerful, we will have a better character and a greater change. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ആരൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നോ അവർ വേഗത്തിൽ ക്രിസ്തു സ്വഭാവമുള്ളവരായി തീരും. So all those who cooperate with the Holy Spirit very quickly change into the image of Christ. അവർ മനുഷ്യബുദ്ധിയുടെ നോളജാണ് ഉപയോഗിച്ച് യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പറയും അത് പരാജയമാണ്. So when they try to have the image of Jesus using their own intellect, they shall be a failure.
ചില തീരുമാനങ്ങൾ കൊണ്ടോ ചില അറിവുകൾ കൊണ്ടൊക്കെ ചിലര് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കും. ഞാൻ പറയും അത് പരിശുദ്ധാത്മാവിൽ അല്ലാത്തത് കൊണ്ട് അത് പരാജയത്തിൽ എത്തുകയുള്ളൂ. So though many are there who try to change their life through knowledge, and because it is not from the Holy Spirit, they'll find defeat happening. പരിശുദ്ധാത്മാവ് നമ്മളെ കയ്യിലെടുത്ത് സ്വർഗപിതാവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവ മനസ്സ് അറിയുന്ന വ്യക്തിയായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. Only when the Holy Spirit takes us in his hands and put the mind of God inside us, then only we can come into the real. നമ്മുടെ ഐഡിയകൾക്കും നമ്മുടെ ബുദ്ധിക്കും ലിമിറ്റേഷൻ ഉണ്ട്. So we have to understand with our intellect and all our things, we have certain limitations. 1 Corinthians chapter 2 verse 13 and 15. And we speak of these things in words, not taught by human wisdom, but taught by the Spirit, interpreting spiritual things to those who are spiritual. Those who are unspiritual do not receive the gifts of God's Spirit, for they are foolishness to them, and they are unable to understand them because they are spiritually discerned. Amen. Those who are spiritual discern all things, and they are themselves subject to no one else's scrutiny. Hallelujah. Hallelujah. ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച്, അതിന്റെ 13-ാം വാക്യത്തിലുള്ളൊരു പദമാണ് ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ബുദ്ധി കൊണ്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാം ആത്മാവിലാണ്, ആത്മാവിലാണ്, ആത്മാവിലാണ്. ബ്രദർ ജസൻ. Okay. So we are teaching but through the gift of the Holy Spirit, we are teaching to those who have received the gift of the Holy Spirit. We are teaching to those people who are spiritual, really spiritual. To them we are teaching. ഞങ്ങൾക്ക് പറയാനും ഞങ്ങൾക്കറിയാനും സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ്. Only through the Holy Spirit we can understand. Only through the Holy Spirit we can know. ഞങ്ങൾ എന്ത് പറയുന്നു അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഞങ്ങൾ എന്ത് അനുഭവിക്കുന്നു, through the Holy Spirit. ഞങ്ങൾ എന്ത് അനുഭവിക്കുന്നു എല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. All that we experience is through the Holy Spirit. ഈ പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആളാ, പക്ഷെ ബുദ്ധിയും വിവരവും ഒന്നും ഈ ദൈവരാജ്യത്തിനകത്ത് പുള്ളി ആഡ് ചെയ്തിട്ടേ ഇല്ല, എല്ലാം പരിശുദ്ധാത്മാവിലാണ്. Saint Paul was very intellectual, but he did not add intellectual into the kingdom of God, into the work of the kingdom of God. അറിവും ബുദ്ധിയും മരിക്കാതെ ആത്മാവിന്റെ ജ്ഞാനവും അഭിഷേകവും വെളിപ്പെടുകയില്ല. Until our intellect is crucified, we cannot see the manifestation of the power of the Holy Spirit in our life. ഈ ഭൂമിയിലെ ഒരു അറിവ് കൊണ്ടും ദൈവത്തെ അറിയാൻ കഴിയില്ല. ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റും, ദൈവത്തെ അറിയാൻ പറ്റില്ല. So with all the knowledge of this world, we can come to know about God, but we cannot know God. ചിലര് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി, ചിലര് PhD ഒക്കെ എടുക്കാൻ വേണ്ടി ബൈബിൾ സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവര് ദൈവത്തെ കുറിച്ച് അറിയാം, പക്ഷെ ദൈവത്തെ അറിയത്തില്ല അവർക്ക്. So all those who do higher studies and all, they come to know about God, but many of them do not come to know God. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മുഖേന മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. Because to know God, you can know only through the Holy Spirit. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകൻ വരും, സഹായകൻ വന്നു കഴിഞ്ഞാൽ എന്നെ കുറിച്ചും പിതാവിനെ കുറിച്ചൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. So that is why I said it is good that I go. If I don't go, the Holy Spirit will not come, the helper will not come, and when he comes, he will teach you about the Father, he will teach you about me. ഒത്തിരി ആത്മീയർക്ക് ദൈവത്തെ കുറിച്ച് അറിയാം, ദൈവത്തെ അറിയത്തില്ല. കാരണം Many spiritual people know about God, but they do not know God. അവര് പഠിപ്പിക്കുന്നതെല്ലാം ബുദ്ധി കൊണ്ടും
അറിവിന്റെ തലത്തിലുമാണ്. They all study and teach through the intellect. അവർക്ക് ക്രിസ്ത്യാനിയതയുടെ ഈ 2025 വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ അറിയാം. They can tell all the stories about the 2025 years, all the stories. അവർക്ക് 2025 വർഷത്തെ സഭാ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ അറിയാം. They can teach about the traditions of the church. അവര് ദൈവത്തെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്നവരാണ്. They teach about God in a very depth. പലപ്പോഴും അവർ ദൈവത്തെ അറിയുന്നില്ല. And many times many of them do not know God. കാരണം ദൈവത്തെ അറിയണമെങ്കിൽ ദൈവാത്മാവ് മുഖേന അല്ലാതെ ആർക്കും ദൈവത്തെ രുചിക്കുവാനോ അറിയുവാനോ കാണുവാനോ സാധിക്കില്ല. Because you cannot taste God, know God and feel him without the Holy Spirit. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ദൈവാത്മാവ് വേണമെന്നില്ല. ഈ ബൈബിളിനെ കുറിച്ച് നല്ല അറിവുണ്ടായാൽ മതി. ഈ ബൈബിൾ എന്നാണ് എഴുതിയത്, എത്ര പേര് കൂടിയാണ് എഴുതിയത്, ഈ ബൈബിളിന്റെ ചരിത്ര വിഷയങ്ങൾ പഠിച്ചാൽ മതി. നമുക്ക് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ അറിയണമെങ്കിൽ you can teach about God by telling who wrote the Bible, how many people wrote the Bible, all those things. Through that knowledge you can teach about God, but it is not necessary that he should be knowing God. എന്നോട് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പലരെയും ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. I have met a lot of people who teach about God. അതില് പലരും എന്നോട് തർക്കിക്കാനിടയായിട്ടുണ്ട്. And many times some have argued with me. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏത് ബൈബിൾ കോളേജിലാണ് നിങ്ങൾ PhD എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. Some have asked me in which Bible college have you done doctorate? ഞാൻ അവരോട് പറയും, പരിശുദ്ധാത്മാവിന്റെ കോളേജിലാണ് ഞാൻ പഠിച്ചതെന്ന് പറയും. I tell them that I have studied in the college of the Holy Spirit. പലരും എന്നെ പുച്ഛിച്ചവരുണ്ട്. Some people have abused me and criticized me. ഇത് വിവരവും ബോധവും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. And they told, oh, this one has no brain. Also people have told. സത്യത്തിൽ അവര് പറഞ്ഞത് ശരിയാണ്. And what actually they said was true. എനിക്ക് ഈ ലോകത്തിലെ ഒന്നിനെക്കുറിച്ചും ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പോലും എനിക്ക് ഒരു അറിവുമില്ല. I do not have any knowledge about the world. Neither I do not have the knowledge about God. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതും എന്നെ പഠിപ്പിച്ചതും ഞാൻ അനുഭവിച്ചതുമായ കാര്യങ്ങളിൽ മാത്രമാണ് എനിക്ക് അറിവുള്ളത്. The only thing that I know is what the Holy Spirit has taught me, what he has taught me, and what experience it has given to me. That is the only thing that I know about God. ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാണ്, ദൈവരാജ്യത്തിൽ കടക്കാൻ നിനക്ക് ലോകത്തിന്റെ ഒരു പരിജ്ഞാനവും വേണ്ട, എന്നിൽ നിന്നുള്ള അനുഭവം മാത്രം മതിയെന്ന്. To enter the kingdom of God, you don't need any knowledge of the world. What you need is only an experience from me. ഞാൻ എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകവും ഇതുവരെ വായിച്ചിട്ടില്ല. In my life holiness, I have not read any other book other than the Bible. ഈ ബൈബിൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്യത്തിൽ 1000 കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയും. When you look at the word through the Holy Spirit, you can see 1,000 things in one word. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 130 തിരുവചനം, കർത്താവേ നിന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ എനിക്ക് പ്രകാശം ലഭിക്കുന്നു എന്നൊരു തിരുവചനം. വചനത്തിന്റെ ചുരുളഴിക്കപ്പെടാൻ Psalm 119:130. ഒന്ന് വായിച്ചു നോക്കിക്കേ. സങ്കീർത്തനം. The unfolding of your words gives light. It imparts understanding to the simple. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. Yeah, the unfolding of the word gives light and gives understanding to the simple. ദൈവത്തിന്റെ വചനം, ദൈവാത്മാവ് നമുക്ക് ചുരുളഴിച്ചു തന്നാൽ അത് ഭയങ്കര രഹസ്യ ഒരു ഏരിയയാണ്. So when the Holy Spirit will unfold the words into our life, നമുക്ക് എപ്പോഴും wonderful and lot of secrets will come to know. നമുക്ക് എപ്പോഴും വേണ്ടത്
പരിശുദ്ധാത്മാവിലുള്ള പരിജ്ഞാനമാണ്. What we need is the wisdom from the Holy Spirit. അത് നമ്മളെ ഇവിടെ ശക്തനായ ശുശ്രൂഷകരുമാക്കും, നിത്യതയിൽ ശ്രേഷ്ഠതയിൽ നമ്മളെ ഇരുത്തുകയും ചെയ്യും. And that will make us very powerful on the earth as a child of God, as a minister of God, but also it will give us a position in heaven. ഹല്ലേലൂയ. Hallelujah. നമുക്ക് അല്പനേരം പരിശുദ്ധാത്മാവിന്റെ ഉന്നത അഭിഷേകം, നമ്മളെ നേരത്തെ വായിച്ച 1 കൊരിന്ത്യർ 2 അതിന്റെ അവസാനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ദൈവത്തിന്റെ മനസ്സറിയാം. Yeah, the particular quote says, we know the mind of God, the mind of Christ. കണ്ടോ, ദൈവത്തിന്റെ മനസ്സറിയാൻ പാകത്തിന് പരിശുദ്ധാത്മാവ് ദൈവ മനസ്സുമായി ദൈവ മനുഷ്യനെ കണക്ട് ചെയ്യുന്നു. So to know the mind of God, God connects us to the mind of God. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മനസ്സുമായി നമ്മളെ കണക്ട് ചെയ്യുന്നു. Holy Spirit connects us with the mind of God. കണ്ടോ, ദൈവത്തിന്റെ മനസ്സറിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷയവും തീർന്നു. Once you know the mind of God, everything is understood and everything ends there. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവിന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖ കാരണമെന്ന്. That is why the Bible says because the power of God is not manifested, that is the reason of my sadness. അപ്പൊ ദൈവത്തിന്റെ ശക്തി വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നവും മാറി. So when the power of God comes into our life, many of our problems will leave. All the problems will leave our life. ദൈവത്തിന്റെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കണക്ട് ചെയ്താൽ ദൈവത്തിന്റെ പദ്ധതി നമുക്കെല്ലാം മനസ്സിലാകുകയും നമ്മുടെ ജീവിത ദുഃഖങ്ങളിലൂടെ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാനും കഴിയും. So when the Holy Spirit connects us with the mind of God, we will be able to overcome many of the problems in our life. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29 11 12 വചനം, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന്റെ അല്ല, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വചനം ഇങ്ങനെയാണ്, പ്ലാന്റെ കാര്യമല്ല, ആ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എത്രയായിരുന്നു? ജെറമിയ 29 11 ഹല്ലേലൂയ. ഷാൽബാ റുഹാബാസിക റീബാബാലാബാലാബ് 29 അല്ലേ? ഓക്കെ, അതിന്റെ 11 വേഴ്സ് 11, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എനിക്കുണ്ടെന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ടെന്നാ പറയുന്നത്. മൈൻഡ്. എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്, പക്ഷെ പദ്ധതി നിനക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താ? അതെന്റെ മനസ്സിലായിരിക്കുന്നത്. ആ പദ്ധതി നിനക്ക് മനസ്സിലാകണമെങ്കിൽ അപ്പൊ ഈ ദൈവത്തിന്റെ പ്ലാൻ അറിയണമെങ്കിൽ ദൈവത്തിന്റെ മൈൻഡിലേക്ക് പരിശുദ്ധാത്മാവിനെ കണക്ട് ചെയ്യണം. So if we have to know the mind of God, the Holy Spirit has to connect us to the mind of God. അപ്പൊ ദൈവത്തിന്റെ മൈൻഡിലേക്ക് നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ഏത് പ്രശ്നത്തിലും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ആ പദ്ധതി നമ്മളെ ആശ്വസിപ്പിക്കും. So when we get connected to the mind of God, no matter what problem comes, any situation, then we come to know the mind of God in the situation and we are comforted. അതുകൊണ്ടാണ് പിറ്റേ ദിവസം പൗലോസിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലേ രാത്രി ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പൗലോസിനോട് പറയുന്നത്, പേടിക്കണ്ട, നാളെ നിന്നെ ഞാൻ റോമിൽ കൊണ്ടുപോയി നിർത്തും എന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, പ്ലാൻ പറഞ്ഞു. And that is why God encouraged Paul. He appeared and said that he will go to Rome. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് കേട്ടിരുന്നു. We had heard about this yesterday. നമ്മള് ദൈവത്തിന്റെ മനസ്സുമായി നമ്മളെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യേണ്ടതിനായി ഈ മണിക്കൂറിൽ നമ്മൾ 5-10 മിനിറ്റ് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ശക്തിയോടെ സ്തുതിക്കണം. 1-2 മിനിറ്റ് നിങ്ങൾ അൺമ്യൂട്ടിൽ തന്നെ, അൺമ്യൂട്ട് അല്ലാതെ മ്യൂട്ടിൽ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരു 2 മിനിറ്റ് കഴിയുന്നത് വരെ ഞാനും നിങ്ങളുടെ കൂടെ സ്തുതിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആദ്യം ഞാനും ആന്റണി ബ്രദറും
മാത്രമായി ഞങ്ങൾ ഭാഷാവരത്തിൽ സ്തുതിക്കും. നിങ്ങൾ ഓൺ ചെയ്യാതെ അൺമ്യൂട്ടിൽ തന്നെ മ്യൂട്ടിൽ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ജസനെ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും. അപ്പോൾ ജസൻ എല്ലാവരെയും ഓപ്പൺ ചെയ്യുക. അങ്ങനെ എല്ലാവരും ഓപ്പൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് ശക്തിയോടെ സ്തുതിച്ചു വരണം. 5-10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവൃത്തിയും അനുഭവങ്ങളും. ഓക്കെ, ഞാനും ആന്റണി Joy brother and myself, we will be praising God for 1 or 2 minutes. Everyone will be unmuted, and when it's muted, behind the mute in your rooms and all, you have to pray very loudly. And after 2 minutes, the son will unmute you all, and all join together and praise and worship the Lord. And for 5-10 minutes, and then you'll have many stories to tell. ആ സമയത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് കുറെ അനുഭവങ്ങൾ കൈമാറും. So after that, you can see that a lot of experience will be imparted into you, and something wonderful will happen. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ളത് നോക്കരുത്, നിങ്ങൾ ആഴമായി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. Don't look around and just open your mouth and praise God. ഈ സമയം ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മനസ്സുമായി നമ്മളെ കണക്ട് ചെയ്യും. So now the Holy Spirit will connect us to the mind of God. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും. He will to his plans. He will connect us to his plans. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾക്ക് വെളിപ്പെടുവാൻ തുടങ്ങും. You will come to know the plans of God. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. തുടർന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് സ്തുതിക്കണം. So this first 2 minutes, myself and brother will be keeping on praying, but behind the scene you have to keep on praying, and then the son will unmute you all, and then we'll all continue to pray together. Hallelujah. Abshekla Pirobaya, Rupa Bama Sere Kalabia, Lakerabila Kibisia, O Takamala Karabela Kibi, O Rimali Motorule Sikabia, Lebata, O Tukumanaliki, Ashwal Hamronia, Ribate Liboru Kabaste, Atomala, Eswala Hayane, Rubo Lakaboruka, Enboru Tagamania, Latamilho Chicania, Alrema Tobolo, Afasekaton Calabro, Abericatolo, Catino Lum Sacaredi, Ruba Haresekia, Aboba Picoluma Sacarenelekedia, O Patasebiu, Tusu Valhai, Meku Ramisia, Ohoto Tobut, Alhabesiama, El Hornikiha, Tokurumal. La bico ruasiha, repekeana no, tam koru sinaha, eluba bateminu, isaka bodol, hase, rekal mas, o sakaniha, ato ruba temeliun, leka aurusikabede, ato wasaka le Parusikania la, ala marusika, yesukabitauna, lebrekato, Lashkeni Kabiyama, Arrebele, Usaka Misuhan, Leko Tamse, Arup Baharanila Kalabi, Oto Mikanea Se, Rumiki Mikanasho, Festival Hayateria, Ubrum Malkapenia, Rusi Kahede, Tulkomi Santaka, Rukala Kameshiri Diada, Rotoho, Lasimaha, Rubila Kemeshika, Tomunum, Asuhaya Terjaba, Rumile Kabina, Salke, Alhodomi, Asababate, Rubaha Sekanaya, Olha. Ekemea, Labro, Latebi, Asokom, Yakan Katsonia, Arel Boutase, Ruba Haleba Seka, Rel Kalkama Basoramia Darababa, Rimala Kabe Chakobranidia, Relham Sekabina Ulahati, Labo, Matakakuba, Lachen Hati, Rubu Basika. Malho, Wasahababo Ramasikea, Abekol Habo Rat,
Rimal Hade Bohushika Ramho Sadil Hade Robi Kal Habutomina Roshika Teu Lebo Manhaseku Etu Pamperene Alabeu Ushika Lemron Etaku Fese Atomila Re Bahadura Alchemist Santem Ubekala Sobra Latobanato Colomesticania, Lucubarasi Batovolo, Yabahatekin Nola, Isabis and Hulu, Isekepi Kaubodu, Itomilka, no Shika, Laba Poteken, Usaka Baba Baba Baba, Usaka Baba 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 Baba Baba. Peru Lahate, Huku Mechanical Show, Isaka Baba Bodubiki, Tolgo Mesakana, Rikabi Baba Toburu, Isaka Baba Baleko, Etomia, Tembo Masegu, Etika Minu Hupasiki, Beria Lahate Muruta, Nakal Kaboto, Yetukasukemi, Amno, Rubikia, Lete, Ausemblia. Labab Pabutatene, Lo Satantere, Lo Abam, Urusikabia, Ado Lahasia, 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 Ado Lahasia.
name of Jesus. Kalabareda kalabari kalabarula kalabareda kalabashi kabaru kabare kalabari kari This is kalabari coming the kalabari name. kalabari kalabashi kalabarida kalabari saura labari kalabareda kalabashi Anointed Lord with the oil of God, the oil of Christ, Lord. Activate the Lord's right now. Praise right now. Jesus' name. While all this, Jesus' name. The brain strength, the brain right. Let us have the mind of Christ, Lord. Let us have the mind to live in Lord. This way, created strong house. In Jesus' name. Brain right. Mind right now in Jesus' name. All our mind right now. Blessing our mind, Lord. All the good. Let it have to change from right now. Holy Lord. Mighty in the name of Jesus. The glory is the Lord. Yeah, thank you, Lord. Transformation is coming. Revolution is coming. Change is coming. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord. In Jesus' name. In Jesus' name. Jesus. Right now, break right. Break right. Jesus, hallelujah. Send unto our minds, Lord. Jesus, help us understanding. Minds right now. Maria. 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 Maria.
കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് ദൈവം തന്ന അനുഭവങ്ങളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. You can share any experience the Lord has given you, and after you share, we can wind up the program. Praise the Lord, brother. Praise the Lord. അത് ഒരു ഭയങ്കരമായ ദൈവശക്തി എന്നിൽ വന്നങ്ങ് നിറഞ്ഞു. ഭയങ്കര ഒരു ഗ്രേസ് ആയിരുന്നു. Praise the Lord. I felt a tremendous power of God descending on me, and it was a powerful experience. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. Praise the Lord, brother. Praise Brother, the Lord. while we were on mute and while only both of you all were praying, I could actually feel the same thing. Like a lot of power was just flowing and flowing. Even though I was not praising internally, only I was praising, but I was not saying anything internally. Only I was just saying, but I was just listening to you all. But just listening to you all itself, I could feel tremendous power, like full force. I could feel it in my hands, like my full body. That's why. Praise the Lord. Yeah, തുടക്കത്തിൽ ബ്രദർമാർ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായില്ല. ഒരു സ്തുതിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിൽ ഒരു ഉന്നതമായ ശക്തി എനിക്ക് അനുഭവപ്പെട്ടു. Amen. Amen. Thank you, Jesus. Thank you, Holy Spirit. Praise the Lord, brother. As you all were praising, just Brother Anthony and Brother Joy were praising, something was happening in my heart. I don't understand, but I could feel something was happening in my heart, and I could sense something the Holy Spirit was doing in my heart. And as brother said, the last before we all could
unmute. Brother said, Robo Shaka, something like this. Brother Joy said. And I just kept saying, I receive it, Lord. I receive it, Lord. I felt the Lord was giving me something, and I was just, as I was praying in tongues, I was just saying, Lord, I receive it. I receive it, Lord. And also afterwards, when we all were praying in tongues, I felt like balls of fire descending upon me, balls of fire. And some were just going in my mouth, some were just going inside of me. So I praise and thank the Lord. Yeah. ചേച്ചി പറഞ്ഞതാണ് തുടക്കത്തില് ജോയ്ബദ ഭാഷ സംസാരിക്കുന്ന സമയത്തില് ആൾക്ക് എന്തോ ഒരു അനുഭൂതി ഉണ്ടായി ഹൃദയത്തില്. അപ്പൊ ആള് പറഞ്ഞാൽ സ്വീകരിക്കുന്നു പറഞ്ഞ പ്രത്യേക ഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്തില് അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പൊതുവായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തില് ബോൾ ഓഫ് ഫയർ, ബോൾ പറയുമ്പോ ബോൾ രീതിയിൽ തീ വന്ന് ശരീരത്തിൽ വന്ന് വീഴുന്നുണ്ടായിരുന്നാണ് ചേച്ചി പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. Praise the Lord, brother. അഗ്നിയുടെ അഭിഷേകമാണ് ആളുടെ മേൽ വീണത്. Yeah, it was a fire anointing that came upon him. ഇതാണ് പുതിയ നിയമത്തിലുള്ള അഭിഷേകത്തിന്റെ പ്രത്യേകത. പഴയ നിയമത്തിൽ ഓയിൽ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടു, പുതിയ നിയമത്തിൽ തീ കൊണ്ടുള്ള അഭിഷേകമാണ്. In the Old Testament, it was an anointing of oil. In the New Testament, it's an anointing of fire. Praise the Lord. Yes, brother Jason. So as we were praising and worshiping, I could feel a tremendous power flowing, and when that power was flowing, I could say fire, fire, and I could feel the fire anointing was flowing powerful in this group. Very powerfully it was flowing, and everyone were getting cleansed. Even the family tree and entire thing was getting burnt away. So ആൾ പറയുന്ന ആള് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഒരു തീ അനുഭവം ഉണ്ടായി. പിന്നെ ഗ്രൂപ്പിൽ കുറെ ആളുകൾക്ക് പഴയ തലമുറയിൽ വന്ന കുറെ അശുദ്ധികളെല്ലാം പരിശുദ്ധാത്മാവിന്റെ തീ ഇങ്ങനെ കത്തിച്ചാമ്പലാക്കിയാണ് ആള് പറയുന്നത്. ആമേൻ. 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 And I sense that Mother Mary appears and gives somebody wisdom. ജ്ഞാനം മാതാവ് വന്ന് മാധ്യ പ്രത്യക്ഷപ്പെട്ട് ഒരു ജ്ഞാനം പകർന്നു ആണ് എനിക്കൊരു ബോധ്യം കിട്ടിയത്. Yes, Pramila, you can share. Yes, brother. Yesterday I had no time, so now I'm sharing my yesterday's experience. Yeah, in my vision, I saw Jesus taking a white liquid from a white jar and putting it on my mother's face. Her face became very radiant, and I could not see her face. When I asked the Lord what it meant, He told me to tell my mother to read Brother Anthony Thomas's book, Reality of His Presence, from page 73 to 103. Holy Spirit then showed me a vision of a rainbow for this book. Jesus also told me that I will be writing a book on the Holy Spirit. Jesus then put a mantle of praise on me. My mother also got the answer for the vision I saw in page 73 of your book, Reality of His Presence. This cup that is poured out for you is the new covenant in my blood. During the talk yesterday, Holy Spirit came in a human form and touched my shoulder. And then today, I got some messages for the group. When I was praying from the Sacred Heart of Jesus, light came and gave me number 23, God heals your disease. Elton, God calls you for higher calling. Timothy, God heals your disease. And then today, I could see the glory of the Lord descended on me, and the Lord gave me this verse, Acts 1:1. I even saw darkness leaving me, and I felt my left ear was opening, and I saw a vision of Jesus rolling away the stone in my life, and I also saw Mother Mary in a blue, just as Brother Anthony Thomas was talking about Mother Mary's appearance. Thank you, Jesus. Praise you, Jesus. പ്രാർത്ഥനാ സമയത്തിൽ എന്തോ ഇരുട്ടാളെ വിട്ടുപോയി, ചെവി തുറക്കപ്പെട്ടു. അങ്ങനെ ഒരു പ്രത്യേക പ്രകാശം വന്ന് പിന്നെ ഒരു മാതാവിന്റെ ദർശനം കണ്ടു. അങ്ങനെയാണ് ഇന്നത്തെ അനുഭവം പറഞ്ഞത്. അത് മുമ്പ് ആള് ഇന്നത്തെ അനുഭവങ്ങളെ പറഞ്ഞത്. അടുത്ത ആള് പറയാനുണ്ടെങ്കിൽ പറയാം. Anybody else want to share? Thank you, Jesus. Hallelujah. I could Brother, smoke when you and brother സ്തുതിപ്പിക്കുന്ന സമയത്തിന് ഒരു പുക അനുഭവപ്പെട്ടു. പുക, സ്മോക്ക്
The smoke is a sign of the glory മേഘം of God. മേഘമാണോ Poga, smoke. But Smoke. actually, smoke is a sign of the glory of God. Kathana Yeah, Mohammad yeah. ഒരു പ്രകടനമാണ് പുക. It's a smoke. Yeah. ആരെന്താ പറയാനുണ്ടായല്ലോ? Somebody was saying something. Brother Joy and yourself were praying. That time I was also inspired to pray in my mind, I receive like that. So there was anointing that I was receiving, and also my heart was lifted high, like it was not on the earth. My heart was lifted high to God, and I went to a different level of worship and adoration today. So there was lifting up of my heart, and third thing, of course, I felt power in my hands. Especially, I experienced that in my hands. So thanks be to God. അപ്പൊ ജെറേമ പറയുന്നത് ആദ്യത്തെ 2 മിനിറ്റ് സമയത്തിൽ ആൾക്ക് ഇങ്ങനെ ഉള്ളില് ഇങ്ങനെ ഒരു സ്തുതിക്കാൻ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഒരു ശക്തി നേടാൻ അനുഭവം ഉണ്ടായി. ഞാൻ സ്വീകരിക്കുന്നു പറയാനൊരു പ്രേരണ ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ആൾക്ക് എന്ത് ശക്തി അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പൊതുവെ സ്തുതിപ്പ സമയത്തില് ആളുടെ ഹൃദയം മുകളിലേക്ക് വീഴ്ത്തപ്പെടുന്നു. അങ്ങനെ ഒരു അനുഭവം ആൾക്കുണ്ടായി. ആമേൻ. പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്തിൽ ഉയർത്തുന്നതാണത്. The Holy Spirit lifting up in glory. അങ്ങനെയുള്ളവരെ Anybody കർത്താവ് else want to share anything? അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് തന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കും. And those kind of people will be very close to God's heart. ഏതാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കാം. So if anybody has to say something, say, or we can wind up. I think where are you there, brother? God will end. So we'll end now. We'll pray. Dear Heavenly Father, we thank you for being with all of us. Thank you for all that you're doing. Amen. Pray for healing to take place. Praying for changes to come in our hearts for all that is happening. Lord, we thank you very much in Jesus' name. Amen. So Amen. praise the Lord. So good night, and we'll meet tomorrow. Okay. Thank you, praise brother. God. Thank you. Praise the Lord and thank you. Lord, thank you, Lord. Praise the Holy Spirit. Praise you, brother. Thank you.